ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ഫിസിക്സിലെ വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുത്തശ്ശനും കൊച്ചുമകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കറണ്ട് പോയി ഒന്നും കാണുന്നില്ല എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അപ്പൊ കുഞ്ഞെന്താ പറയുന്നത്? എമർജൻസി ലാമ്പ് കത്തിച്ചാ പോരെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ഇതേ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടല്ലേ? കറണ്ട് പോയ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറ്? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, മെഴുകുതിരി ഉപയോഗിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ എന്തൊക്കെയാണുള്ളത്? നമ്മൾ കെറോസിൻ ലാമ്പുകൾ ഉപയോഗിക്കും, മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിക്കും, ഇൻവെർട്ടർ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ എമർജൻസി ലാമ്പുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഒരു എമർജൻസി നിർമ്മിക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? ആദ്യം തന്നെ ഒരു ഫ്രെയിമിനുള്ളിലാണല്ലേ ഈ എമർജൻസി ഉള്ളത്. അപ്പൊ ഒരു ഫ്രെയിം വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്താ? ഇതിന്റെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള LED സ്ട്രിപ്സുകൾ വേണം. പിന്നെ എന്ത് വേണം? അത് കണക്ട് ചെയ്യുന്ന വയറുകൾ വേണം. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം, ഇതിന് വൈദ്യുതി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ബാറ്ററിയും വേണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ വൈദ്യുതി കിട്ടുന്നതെന്നാണ്. നമുക്കറിയാം, നമ്മളിപ്പം ഒരുപാട് സാധനങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തു. റിമോട്ടിൽ എവിടെ നിന്നാണ് നമുക്ക് വൈദ്യുതി കിട്ടുന്നത്? അതിലുള്ള ബാറ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ സെല്ലിൽ നിന്നാണ്. ക്ലോക്കിലും നമുക്ക് എവിടെ നിന്നാണ്? സെല്ല് അല്ലെങ്കിൽ ബാറ്ററി. മൊബൈലിലും എങ്ങനെയാണ്? നമ്മൾ ചാർജ് ചെയ്യുന്നത് അതിന്റെ ബാറ്ററിയിലേക്കാണ്. അതുപോലെ ലാമ്പിനും ബാറ്ററിയാണ് ഉപയോഗിക്കുക. അയൺ ബോക്സിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഹീറ്റിംഗ് കോയിലുകളാണ് ഉപയോഗിക്കുക. ഈ ഹീറ്റിംഗ് കോയിലുകൾക്ക് എവിടുന്നാ കിട്ടുന്നത്? നമ്മൾ സ്വിച്ച് ബോർഡിൽ നിന്ന് നമ്മൾ എന്ത് കണക്ട് ചെയ്യും? ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? നമ്മുടെ ഹീറ്റിംഗ് കോയിലിനെ ചൂടാക്കി, ആ ചൂടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അയൺ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം വൈദ്യുതി എന്ന് പറയുന്നത് ഒരു ഊർജ്ജ രൂപമാണ്. പല ഊർജ്ജ രൂപങ്ങളിലേക്കും എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് എന്ത്? വൈദ്യുതി എന്ന് പറയുന്നത്. ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തില് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് വൈദ്യുതി കിട്ടുന്നതെന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ പലതരം ബാറ്ററികൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കളിപ്പാട്ടങ്ങളില്, നമ്മുടെ ക്ലോക്കുകളില്, അതുപോലെ 10 വോൾട്ട് ബാറ്ററി, അതുപോലെ സ്വിച്ച് ബോർഡ്. അതിനുശേഷം നമ്മൾ അധിക വീട്ടിലും ഇപ്പൊ കാണുന്ന ഒന്നാണ് സോളാർ പാനലുകൾ. ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൈദ്യുതി കിട്ടുന്നത്. ഈ വൈദ്യുതി കിട്ടുന്ന ആ ഒരു സ്രോതസ്സിനെ പറയുന്ന പേരാണെന്ത്? വൈദ്യുത സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വൈദ്യുതി കിട്ടുന്നത്? വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെ പറയുന്ന പേരാണെന്ത്? വൈദ്യുത സ്രോതസ്സുകൾ. അപ്പം വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വൈദ്യുതി കിട്ടുന്നതെന്ന് നമ്മൾ പറയുന്നത്. വൈദ്യുത സെല്ലുകൾ ഉണ്ട്, ജനറേറ്റർ ഉണ്ട്, അതുപോലെ സോളാർ സെല്ലുകളും ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞു വൈദ്യുത സ്രോതസ്സുകളാണ് സെല്ലുകൾ എന്ന്. എന്താണ് ഈ സെല്ലുകള്? സെല്ലിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഊർജ മാറ്റത്തെ കുറിച്ച്. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന ആളുകളെ പറയുന്ന പേരാണെന്ത്? സെല്ലുകൾ. ഒരു പ്രാവശ്യം കൂടി പറയാണ്, രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ആളുകളെ പറയുന്ന പേരാണെന്ത്? സെല്ലുകൾ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് വാക്കുകളാണ് സെല്ലും ബാറ്ററി. എന്താണ് ഈ സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിത്രം മണ്ണിൽ എന്താണ്? ഒരു പോസിറ്റീവും നെഗറ്റീവും ടെർമിനലുള്ള ഒരൊറ്റ സെല്ലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, രണ്ട് സെല്ലുകൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉള്ള ആദ്യത്തെ സെല്ല്. തൊട്ടടുത്തായിട്ട് അടുത്ത സെല്ലിന്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും. ഇവിടെ നോക്കൂ, ഒരു നെഗറ്റീവും പോസിറ്റീവും അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. അടുത്തടുത്തുള്ള സെല്ലുകൾ തമ്മിൽ എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത്? നെഗറ്റീവും പോസിറ്റീവ് ടെർമിനലുകൾ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാം. ഒരു സെല്ലിന് രണ്ട് ടെർമിനലുകൾ ഉണ്ടാവും. ഒരു പോസിറ്റീവ് ടെർമിനലും അതുപോലെ ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും. ഇവർ എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി കടന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവും പോസിറ്റീവും അടുത്ത് വരുന്ന രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ ഒരു സെല്ല് മാത്രമുള്ളതിനെ നമ്മൾ സെൽ എന്ന് പറയും. ഈ ഗ്രൂപ്പ് ആയിട്ട് സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്നതിനെ നമ്മൾ എന്താണ് പറയാ? ബാറ്ററി എന്നാണ് പറയാ. അതായത് ബാറ്ററി സെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെല്ലുകളെ ഗ്രൂപ്പുകളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് എന്ത്? ബാറ്ററി എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ABC. നമുക്ക് നോക്കാം ഇതിൽ ഏതിലൂടെയൊക്കെയാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്നതെന്ന്. A,
നോക്കൂ, ഇവിടെ നെഗറ്റീവ്, പോസിറ്റീവ്, അടുത്തൊരു നെഗറ്റീവ്, വീണ്ടും ഒരു പോസിറ്റീവ്. ഇവിടെ നോക്കൂ, പോസിറ്റീവും നെഗറ്റീവും അടുത്തടുത്താണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായാലും എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇവിടെ നോക്കൂ, നെഗറ്റീവ്, ഒരു പോസിറ്റീവ്. ഇവിടെ നോക്കൂ, രണ്ട് പോസിറ്റീവ് ടെർമിനലുകൾ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യില്ല? വൈദ്യുതി കടന്നു പോവില്ല. ഇവിടെ നോക്കൂ, നെഗറ്റീവ്, പോസിറ്റീവ്, വീണ്ടും നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. ഇവിടെ എന്ത് ചെയ്യും? വൈദ്യുതി ഈസി ആയിട്ട് കടന്നു പോകും. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ബാറ്ററികളുടെ ചില പ്രത്യേകതകളെ കുറിച്ചിട്ടാണ്. രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലോക്കും അതുപോലെ ഒരു ഫോണും. ഇവിടെ നമുക്ക് ഏത് വഴിയാണ് കിട്ടുന്നത്? വൈദ്യുതി കിട്ടുന്നത്? വൈദ്യുതിയുടെ സ്രോതസ് എന്താണ്? ഇവിടെ രണ്ട് സ്ഥലത്തും ബാറ്ററി തന്നെയാണ്. ഈ വൈദ്യുത സ്രോതസ്സിന്റെ പ്രത്യേകത എന്താണ്? ക്ലോക്കിലെ ബാറ്ററി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമോ? അത് മാറ്റിയിട്ട് പുതിയത് വാങ്ങിയിടും. പക്ഷെ ഫോണിൽ അങ്ങനെയാണോ നമ്മൾ ചെയ്യാറ്? നമ്മളിത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് റീചാർജബിൾ അല്ല, മറ്റേത് എന്താണ്? റീചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ സെല്ലുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്. റീചാർജ് ചെയ്യാൻ കഴിയുന്നതും അതുപോലെ റീചാർജ് ചെയ്യാൻ കഴിയാത്തതും. റീചാർജ് ചെയ്യുന്ന സെല്ലുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ചസ്. റീചാർജ് ചെയ്യാൻ കഴിയാത്തത് നമുക്ക് ഒരുപാട് അറിയാം. ടോയ്സ്, റിമോട്ട്, ക്ലോക്ക്. ഇതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക, എക്സാമിന് ചോദിക്കും.